ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് മൂകാംബികയിൽ പോയിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ബൈന്ദൂരിലേക്ക് പോകുന്ന ട്രെയിനിലാണ് കയറിയിരിക്കുന്നത്. അത് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഉള്ളത്. ഞങ്ങൾ കയറിയ ആ ദിവസം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് കഴിച്ചിരിക്കുന്നത്. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ചായയായിരുന്നു കഴിച്ചിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ. മംഗളാപുരം എത്താനായി. ഞങ്ങളങ്ങനെ മംഗലാപുരം എത്തി. മംഗലാപുരം എത്തിയതിന് ശേഷമാണ് ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചത്. അതും അങ്ങനെ തന്നെ പൊതിച്ചോറായിരുന്നു കൊണ്ടുവരുന്നത്. ലെമൺ റൈസും ചമ്മന്തിയും അച്ചാറും മാത്രമേ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ചൂടോടെ വാഴയിൽ പൊതിഞ്ഞിട്ടുള്ള ചോറ് തുറക്കുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു മണവും സ്വാദും ഒക്കെ ആയിരുന്നു. ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറും മറ്റുള്ള ഭക്ഷണങ്ങളും കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു സന്തോഷമാണ്. ഞങ്ങൾ കയറിയ AC കോച്ചിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു ട്രെയിൻ യാത്ര. ഞങ്ങൾ റീലൊക്കെ കളിച്ചു. അങ്ങനെ ഞങ്ങൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഓട്ടോറിക്ഷയിലാണ് മൂകാംബിയിലേക്ക് പോയത്. ഞങ്ങൾ റൂമൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിലെത്തിയ ശേഷം കുറച്ചു നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങൾ മൂകാംബിയിലേക്ക് തൊഴാനായി പോയി. ഞങ്ങൾ അന്ന് പോയ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് തൊഴാനൊക്കെ സാധിച്ചു. ഞങ്ങൾ ഒരുപാട് നേരം മൂകാംബിക ക്ഷേത്രത്തിൽ ഇരുന്നിരുന്നു. അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ തന്നെ ഒരു അനുഭൂതിയായിരുന്നു ആ ഒരു ദിവസം. അതിനുശേഷം വീണ്ടും പുറത്തൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം സന്ധ്യയാകുമ്പോഴേക്ക് വീണ്ടും മൂകാംബിക ക്ഷേത്രത്തിൽ വന്നു. അപ്പോഴേക്കും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും മൂകാംബിക അമ്മയെ നന്നായി തൊഴാൻ സാധിച്ചു. അതിനുശേഷം അന്നത്തെ ദിവസം ശിവരാത്രി ആയിരുന്നു. അതുകൊണ്ട് രാത്രി ആയപ്പോഴേക്കും രഥത്തിലൊക്കെ അമ്മയെ എഴുന്നള്ളിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് തേരിൽ നിന്ന് പൈസയൊക്കെ എറിയുന്നുണ്ടായിരുന്നു. പൈസയും രത്നങ്ങളൊക്കെ എറിയുന്നുണ്ട്. അത് ഞങ്ങൾക്കും അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു അനുഭൂതിയാണ് അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഉണ്ടായത്. അന്നത്തെ ദിവസത്തെ രാത്രിയത്തെ മൂകാംബിക ക്ഷേത്രത്തിലെ കഷായവും കുടിച്ചാണ് ഞങ്ങൾ മടങ്ങിയത്. കാലത്ത് വീണ്ടും ഞങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോയി.
കാലത്ത് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിലെ രാത്രിയത്തെ പ്രസാദവും രാവിലത്തെ പ്രസാദവും കഴിച്ചിരുന്നു. ശേഷം ഞങ്ങൾ സൗപർണികയുടെ അടുത്തേക്ക് പോയി. ചൂട് സമയമായതുകൊണ്ട് അധികം വെള്ളമൊന്നും സൗപർണികയിൽ ഉണ്ടായിരുന്നില്ല. കാലും മുഖമൊക്കെ കഴുകി ഞങ്ങൾ സൗപർണികയിൽ നിന്ന് മടങ്ങി. പുറത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് മടങ്ങി. വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ഇത്തവണ മൂകാംബികയിൽ വന്നപ്പോൾ ഉണ്ടായത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.